നിറയാൻ പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്നാണെന്നറിയാമോ? നമ്മുടെ ഹാരി ബ്രൂക്ക്, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ, സെമി ഫൈനൽ പ്രൊമോ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇന്ത്യയെ തന്നെ സെമി ഫൈനലിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു ടീമിനൊക്കെ എതിരെ കളിച്ച് ഫൈനലിൽ കയറാൻ വേണ്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ 2021 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിൽ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജി ഉപയോഗിക്കാനാണ് പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഹോം ഗ്രൗണ്ടിൽ പ്രഷർ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം നമ്മൾ ഈ ടൂർണമെന്റിൽ, ഇന്ത്യ ഈ ടൂർണമെന്റിൽ മൊത്തത്തിൽ 7 കളി, 4 ഗ്രൂപ്പ് ടീമും 3 സൂപ്പർ 8 കളിച്ചു. ഇതിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായത്. അതായത് ഒരു പ്ലെയർ റൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഈ 2 സിറ്റുവേഷനിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ അതും തോറ്റേനെ. സോ ഈ വീഡിയോയുടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ആ മത്സരത്തിൽ സഞ്ജുവിന്റെ ഇന്നിങ്സ് ഇല്ലായിരുന്നു എന്ന് കരുതുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2-0 നമ്മൾ തോറ്റു. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പ്രഷർ സിറ്റുവേഷനിൽ അതായത് ഉണരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറപ്പിയിട്ടാണ് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനും. അതിൽ ഇഷാൻ കിഷൻ നമുക്കറിയാം ഈ ടൂർണമെന്റ് തരക്കേടില്ലാത്ത രീതിയിൽ കളിച്ചുവെങ്കിലും ഈ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ 2 മത്സരങ്ങളിലും അദ്ദേഹം അൻപേ പരാജയമായിരുന്നു. അഭിഷേകിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഏത് സിറ്റുവേഷനോടാണ് കടന്നു പോകുന്നത്. സോ ഇന്നത്തെ മത്സരത്തിൽ ഇവർ രണ്ടുപേരും അവരുടെ ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ച് ഉണരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ സെമി ഫൈനൽ പ്രഷർ മറികടക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം ഇവർ നല്ല സ്ലോഗേഴ്സ് ആണ്. ഇവർ തുടങ്ങുന്ന തുടക്കം ഇന്ത്യക്ക് അത്രയും അത്യാവശ്യമാണ്. സോ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, യു ഹാവ് ടു പ്ലേ എ ഗുഡ് ഇന്നിങ്സ് ടുഡേ. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ പരിങ്ങലാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ സഞ്ജു സാംസന്റെ കാര്യം പറയുന്നില്ല, കാരണം ഇന്ത്യൻ ടീമിൽ ആകെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് സഞ്ജു സാംസൺ, സൂര്യകുമാർ, ഹർദിക് ആൻഡ് ബുംറ. വേണമെങ്കിൽ ദുബൈയും കൂടെ നമുക്ക് വണ്ടി കയറ്റാം. ഇതിൽ ഈ 5 അല്ലെങ്കിൽ 4 പേര് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം ICC ടൂർണമെന്റുകൾ കളിക്കുന്ന എക്സ്പീരിയൻസ് ഇവർ വളരെ കുറവാണ്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് പ്രഷർ സിറ്റുവേഷൻ കളിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഈ പിള്ളേരുടെ അടുത്ത് ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഈ സൂര്യകുമാർ യാദവ് എനിക്ക് തോന്നുന്നു 2022 T20 വേൾഡ് കപ്പ് കളിച്ചു, 2023 ODI വേൾഡ് കപ്പ്, 2024 T20 വേൾഡ് കപ്പ്. എനിക്കൊന്ന് 15-20 കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം ICC ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ആകെ 2 ഹാഫ് സെഞ്ചുറി എടുത്തുവരെ നേടാൻ പോലും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യകുമാർ യാദവ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു സീരിയസ്നെസ് കൊടുക്കുക, അവർ കുറച്ചും കൂടി ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് ഒരു വ്യക്തി മാത്രം ആശ്രയിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ഹർദിക്കാണെങ്കിലും കുറച്ചും കൂടി, ഹർദിക്ക് ഈ കളി 2 മാൻ ഓഫ് ദി മാച്ച് ആയത് 2 കുഞ്ഞ ടീമിനെതിരെയാണ്. സോ ഹർദിക് ഹാസ് ടു കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ എനിക്ക് 14 ബോളിൽ 17 റൺസ് മാത്രം എടുക്കാൻ സാധിച്ചു. സോ ഈ സിറ്റുവേഷൻ ഇന്ത്യ എങ്ങനെ കൈകാര്യം ചെയ്തോ അതനുസരിച്ചിരിക്കും ഇന്ന് ഇന്ത്യയുടെ ഭാഗം.